ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി. ഞാൻ എറണാകുളം പള്ളിപ്പുറം കടപ്പുറം വേളാങ്കണ്ണി മാതാ പള്ളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അക്സ, ഇതെൻ്റെ ഹസ്ബൻഡ് റേഗൻ, ഇത് രണ്ടാമത്തെ ഞങ്ങളുടെ കുഞ്ഞാണ് ഗബ്രിയേൽ നദാൻ. ഞാൻ 2023 ജനുവരിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. 2016-18 കാലങ്ങളിൽ എനിക്ക് ഉടമ്പടി പത്രം, കൃപാസന പത്രം ഒരുപാട് പേര് തന്നിട്ടുണ്ട്. എങ്കിലും ഞാനത് വായിച്ച് നോക്കിയെങ്കിലും അത് കയ്യിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ കോവിഡിൻ്റെ സമയത്താണ് കൂടുതൽ യൂട്യൂബ് വഴി അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം കണ്ടു തുടങ്ങിയത്. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിയോഗം ഇട്ടിരുന്നത്. ആദ്യത്തെ കൊച്ചുണ്ടായതിന് ശേഷം 4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ട്യൂബൽ പ്രഗ്നൻസി വരികയും അത് റപ്ചറാവുകയും കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. അത് കഴിഞ്ഞത് ഒരു സർജറി വഴി റിമൂവ് ചെയ്യേണ്ടി വന്നു. ആ ഒരു സന്ദർഭം കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞത് അടുത്തതിന് കുറച്ച് റിസ്ക് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. രണ്ടാമത്തെ പുതുക്കലിന് ശേഷം അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയിരുന്നു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞ് വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പോയി. ആ മാസം തന്നെ ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റായി. ആ ഒരു സമയത്ത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ ഉടമ്പടി ഓൺലൈൻ വഴിയാണ് ഞാൻ പുതുക്കിയിരുന്നത്. 9ാം മാസത്തെ സ്കാനിങ് വന്ന സമയത്ത് കുഞ്ഞിന് ഹാർട്ടിന് ചെറിയൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും, അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ആ സമയത്ത് 4D സ്കാനിങ്ങിനൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് മുതൽ ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ച് 5:30 പ്രാർത്ഥനയുടെ സമയത്തും സായാഹ്ന പ്രാർത്ഥനയ്ക്കും കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് എൻ്റെ വയറ്റത്ത് ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിരുന്നു. എന്നാൽ ഡെലിവറി സമയത്ത് ഒരു കുഴപ്പമില്ലാണ്ട് കുഞ്ഞ് നന്നായി കരയുകയും പാൽ കുടിക്കുകയും എല്ലാം ചെയ്തു. വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. 6 മാസം കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ഒന്ന് എക്കോ ടെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത്രയും കാലങ്ങളിലും ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി എല്ലാ ദിവസവും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. 6ാം മാസത്തെ എക്കോ ചെക്കപ്പിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ കാര്യം പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറിനെ കാണാൻ വരണ്ടെന്നാണ് പറഞ്ഞത്. അതിന് മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ 2 വർഷത്തോളമായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിക്കൊരു പ്രമോഷന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ പല പ്രാർത്ഥനകളും നിയോഗങ്ങളിട്ട് പ്രാർത്ഥിച്ചെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ആ സമയത്ത് ഹസ്ബൻഡിന് ജോലിയിൽ പ്രമോഷൻ കിട്ടുകയും അതനുസരിച്ച് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ സാലറി ഇൻക്രിമെൻ്റ് എല്ലാം ലഭിക്കുകയും ചെയ്തു. അതിന് മാതാവിന് 1000 നന്ദി. പിന്നെ വിവാഹം കഴിഞ്ഞ സമയത്ത് മുതൽ ഞങ്ങളൊരു സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഓരോരോ കാരണങ്ങളും സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് അതിനു വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 2 വർഷമാവുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഒരു 3.5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൃപാസന പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് പ്രാർത്ഥിച്ച് ഓരോ വചനങ്ങൾ എഴുതിയിട്ടാണ് ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തിരുന്നത്. അത് പൊതുമേഖലകളിൽ സ്ഥാപനങ്ങളിലും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പള്ളിയിലാണെങ്കിലും എല്ലായിടത്തും ഞാൻ കൊണ്ടുപോയി അത് കൊടുത്തിരുന്നു. പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ആത്മീയമായിട്ട് ബൈബിൾ വായന ഉണ്ടായിരുന്നെങ്കിലും അത് ഒരു ലിമിറ്റ് വെച്ചിട്ട് എനിക്ക് തോന്നും അപ്പോൾ ഞാൻ വായിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ കയറിയ പിന്നെ ഞാൻ ഇപ്പോൾ സമ്പൂർണ്ണമായിട്ട് ബൈബിൾ എനിക്ക് വായിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഞാൻ ഓരോ അധ്യായങ്ങൾ പ്രാർത്ഥിച്ചെടുത്തിട്ട് അരമണിക്കൂർ സാധിച്ചില്ലെങ്കിലും 10 മിനിറ്റായിട്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ട് ഡെയിലി പോകാറുണ്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അത് പ്രാർത്ഥിച്ച് പോകണം, അല്ലെങ്കിൽ അത് പ്രാർത്ഥനയിൽ തുടങ്ങണം എന്നുള്ളൊരിതുണ്ട്. ഒരു ടെൻഷൻ വന്നാൽ തന്നെയാണെങ്കിലും മാതാവിനോട് ആദ്യം തന്നെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു. ഇപ്പോൾ ചേട്ടൻ്റെ ജോലി സ്ഥാപനത്തിൽ തന്നെയാണെങ്കിലും എന്തെങ്കിലും ഒരു വർക്കിൻ്റെ അതൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അത് നമ്മൾ ടെൻഷൻ എടുത്ത് ചെയ്താലും അതൊരു സിമ്പിളായിട്ട് അത് പെട്ടെന്ന് അതങ്ങോട്ട് മാറിപ്പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ഒപ്പമുണ്ടെന്ന് തോന്നാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുമക്കളുടെയൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള എന്തെങ്കിലും പൈസയായിട്ട് നമുക്കങ്ങനെ സഹായിക്കാൻ പറ്റാറുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിൽ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കാനും അവരോട് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കാറുണ്ട്.
പിന്നെ ആത്മീയ ജീവിതത്തിലേക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കൂടുതൽ ഉറച്ചു നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് എല്ലാ ദിവസവും അത് കാണുകയും അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അയച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വരെ എന്നോട് ചോദിക്കാറുണ്ട് എന്താ നീ ഇന്ന് അയക്കാഞ്ഞതെന്ന് ചോദിച്ച് അവർ ഓരോ ദിവസവും അവരും എൻ്റെ ഒപ്പം തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ അവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത കൂട്ടുകാരുമുണ്ട്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് കൂടുതൽ മാതാവിനോട് എല്ലാ കാര്യങ്ങളും മാതാവായിട്ട് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. റോമ 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അക്സ റിഗൻ എന്ന ഈ മകൾ തൻ്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 3 നല്ല അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രാധാന്യത്തോടെ മകൾ സൂചിപ്പിച്ചത് രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അതിനുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസുമാണ്. മകൾ പറയുന്നുണ്ട്, ഇടയ്ക്കൊരു കുഞ്ഞ് ട്യൂബൽ പ്രഗ്നൻസി വന്ന് നഷ്ടപ്പെട്ടതും പിന്നീട് ഏറെ ക്ലേശത്തിൽ മുന്നോട്ട് പോയ സാഹചര്യങ്ങളെയും. എന്നാൽ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ഏതാണ്ട് 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവായെന്നും അതിന് പലതരത്തിലുള്ള ക്ലേശാവസ്ഥകൾ പല സമയങ്ങളിൽ ഡോക്ടർമാർ പറഞ്ഞെങ്കിലും യാതൊരു ആപത്തുമില്ലാതെ ആരോഗ്യത്തോടുകൂടി അമ്മ മാതാവ് കരങ്ങളിലേക്ക് ആരോഗ്യമുള്ള കുഞ്ഞിന് നൽകി അനുഗ്രഹിച്ചതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജോസഫച്ചൻ എപ്പോഴും നമ്മോട് പറയും, നമ്മൾ എഴുതി വയ്ക്കുന്ന നിയോഗങ്ങൾ പ്രയത്നം കൊണ്ടും സാധ്യത കൊണ്ടും ലഭിക്കുന്നതാവരുത്. നമുക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ കൈവിട്ട് നിൽക്കുന്ന വിഷയങ്ങൾ മാത്രം അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം പൂർണ്ണമായും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ഒരിക്കലും നമ്മുടെ ഒരു പങ്ക്, നമ്മുടെ ഒരു സമ്പത്തോ നമ്മുടെ ഒരു കഴിവോ അതിനുണ്ടെന്നും പറയുവാനാവാത്ത വിധം ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായും ജീവിതത്തെ കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ നിയോഗങ്ങളെ എഴുതണമെന്ന്. സാധ്യതയുള്ളതൊന്നും നമ്മൾ നമ്മുടെ നിയോഗത്തിൻ്റെ കൂട്ടത്തിൽ എഴുതാതെ ദൈവനാമത്തെ പൂർണ്ണമായും മഹത്വപ്പെടുത്തും വിധം ജീവിത വിഷയങ്ങളെ സമർപ്പിക്കണമെന്ന് മകളതാണ് അൾത്താരയിൽ സൂചിപ്പിച്ചത്. 3 കാര്യങ്ങൾക്കും ആ പോയ നാളുകളിൽ അവരുടെ കഴിവ് കൊണ്ട് നേടാനാവാത്തതായിരുന്നു. 2 വർഷത്തിലേറെയായി ജീവിത പങ്കാളിയുടെ പ്രൊമോഷന് വേണ്ടി പരിശ്രമിക്കുന്നു, മെച്ചപ്പെട്ട ജോലിക്കായി പരിശ്രമിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അമ്മയുടെ ഉടമ്പടി എടുത്ത് അല്പ ദിവസം കഴിയുമ്പോൾ തന്നെ അമ്മയുടെ കരങ്ങളിലേക്ക് വിഷയം കൊടുത്ത് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ യാതൊരു ശുപാർശയോ മറ്റൊരു കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ആ ജീവിത വിഷയത്തെ ഏറ്റെടുത്ത് അനുഗ്രഹിച്ചത് മകൾ സാക്ഷ്യപ്പെടുത്തി. മറ്റൊന്ന്, ഇത്തിരി സ്ഥലം വാങ്ങണമെന്ന ആഗ്രഹം 2.5 വർഷമായി കുടുംബം കൊണ്ടു നടക്കുന്നു. അതിന് ഏറെ തടസ്സങ്ങളും പ്രശ്നങ്ങളും കാരണം മുന്നോട്ട് പോകാനാകാതെ ഒന്ന് വാങ്ങുവാനാവാതെ ക്ലേശിക്കുമ്പോൾ അതും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിത വിഷയം എന്ത് തന്നെ ആവട്ടെ, നമുക്കത് സാധാരണ പരിശ്രമത്തിൽ നേടാനാവാത്തതോ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ടും തടസ്സമായി നിൽക്കുന്നതോ ആവട്ടെ, നമുക്കത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി കൃപയുടെ ശക്തിയാൽ ഈശോയുടെ അരികിൽ നമുക്കായി പ്രത്യേകം പറഞ്ഞുകൊണ്ട് ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുന്നതാണ് ഓരോ ഉടമ്പടി ജീവിത അനുഭവത്തിലും നമ്മൾ കാണുന്നത്. കണ്ടുകൊണ്ട് നമ്മൾ ദർശിക്കുന്നതൊക്കെയും അത് യുക്തി കൊണ്ട് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവുന്നതല്ല, അത് ദൈവശക്തിയാൽ നമുക്ക് വേണ്ടി അനുവദിച്ച് കിട്ടുന്നതാണ്. മക്കൾ പറയുന്ന സാക്ഷ്യങ്ങളിൽ എത്ര കണ്ട് അവരുടെ ദാമ്പത്യ ജീവിതം, അവരുടെ വിശ്വാസ ജീവിതം കുറേ കൂടി ദൈവസ്നേഹത്തിൻ്റെതായി തീർന്നു. ഇരുവരും ഉടമ്പടി എടുത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിതത്തെ നയിക്കുവാൻ, കുടുംബത്തെ വളരെ സന്തോഷത്തോടെ നിലനിർത്തുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, ഒരു മനസ്സോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നുവെന്ന് വാക്കുകളിലൂടെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അസാധ്യതകളെ സാധ്യതകളാക്കി തരുന്ന അമ്മ, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എത്ര കണ്ട് ഗൗരവമുള്ളതാണെങ്കിലും അതിന്മേൽ ദൈവികമായ ഇടപെടലുകളിൽ സമാധാനവും പ്രതീക്ഷയും പകരുന്ന അമ്മയുടെ സന്നിധാനമാണ് കൃപാസനമെന്ന് ആവർത്തിച്ച് പറയുകയാണ് മകൾ. തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഓരോ അനുഭവത്തിലൂടെയും നമ്മുടെ ജീവിത വിഷയങ്ങൾക്കും അമ്മയിലൂടെ കൃപയായി അനുഗ്രഹമായി ഈശോയുടെ ഇടപെടലും ശക്തിയും നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്, ഈ കുടുംബത്തിൽ ലഭിച്ച വിശ്വാസ ജീവിതത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.